ഹലോ ഗൈസ്, ഈ 21ാം നൂറ്റാണ്ടിലും കലയെയും കറുപ്പിനെയും ബന്ധപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ? കലയെന്നാൽ ദേവദത്തം തന്നെയാണ്, അമാനുഷികമായ ഒന്ന്. നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നാണോ കല? കാഴ്ചപ്പാടുകൾ മാറിയാൽ കാഴ്ചയും നന്നാവും. ഹൃദയത്തിനും അന്ധത ബാധിച്ചാൽ കാണുന്നതെല്ലാം അരോചകമായി പോകും. നമുക്ക് ചോദിക്കാം, യഥാർത്ഥ കലാപ്രേമികളും കലാപ്രേക്ഷകരും ചർമ്മത്തിന്റെ നിറം നോക്കി കല ആസ്വദിക്കുന്നവരാണ്. കറുപ്പിനെയും നിറത്തെയും ബന്ധപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. This is Chat with Andrew, presented by Youth Club of St. Anthony's College. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതില് വന്നിട്ടുള്ളത് നമ്മളോട് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയാണ്. ഈയിടെ നമുക്ക് വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയെ കുറിച്ച് സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ എന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം സത്യഭാമയുടെ ആ ഒരു പരാമർശത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കുള്ള അഭിപ്രായം പറയാം. ഒരു അധ്യാപിക എന്ന നിലയിൽ അവര് കലാമണ്ഡലം സത്യഭാമ എന്ന വ്യക്തി പറഞ്ഞ പ്രസ്താവന ഒട്ടും ശരിയായിട്ടില്ല. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും ഒരു കുട്ടിയുടെ നിറത്തെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ കലാപരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇങ്ങനെ തെറ്റായ രീതിയിൽ അവരുടെ കലയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, നിറത്തെക്കുറിച്ചല്ല പറയേണ്ടത്. വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് തെറ്റായ അഭിപ്രായമാണ്. അവരോട് പറഞ്ഞ പ്രസ്താവന ഞാൻ യോജിക്കുന്നില്ല. തീർച്ചയായിട്ടും യോജിക്കുന്നില്ല. കാരണം ഞാനല്ല ആർക്കും ഇങ്ങനെ യോജിക്കാൻ കഴിയത്തില്ല. കാരണം ടാലന്റും കളറും രണ്ടും ഡിഫറെൻ്റ് അല്ലേ. സോ ഒരാളെ വാല്യൂ ചെയ്യേണ്ടത് അവരുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പം അതൊരു ജസ്റ്റ് ഒരു കളർ മാത്രമാണ്. അപ്പം അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ടാലൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ വാല്യൂ ചെയ്യുന്നത്. കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയോട് ഞാൻ എന്ത് യോജിക്കുന്നില്ല. മനുഷ്യ ടാലന്റ് ആണ് എന്ന് നോക്കുന്നത്. ഡാൻസ് ആയാലും ഏത് ആർട്സ് പെർഫോമൻസ് ആയാലും ഈവൻ മനുഷ്യപ്പെട്ടുള്ള ഒരാൾ പോലും അങ്ങനെ ചെയ്യില്ല. അപ്പം അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. നമ്മുടെ ടാലന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടാലന്റ് നോക്കിയിട്ട് മാത്രം ഒരാളെ വിലയിരുത്തുക, അല്ലാതെ കറുപ്പോ വെളുപ്പോ ജാതിയോ മതോ ഒന്നും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കുന്നത് പോലും വിഡിതമാണെന്നേ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരാണ്, അതായത് ഇവരൊന്നും ഇപ്പോഴും പഴയ കാലത്തെ ചിന്താഗതിയിൽ നിന്ന് പുറത്തു വന്നിട്ടോ ഇല്ലെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇവരെ പോലെയുള്ള ഒരാൾ മതി ഇനി വരുന്ന മുമ്പോട്ടുള്ള ഇനി നമ്മൾ കഴിഞ്ഞിട്ടുള്ള പുതിയൊരു ജനറേഷനെ കൂടുതലും അവരുടെ ഉള്ളിലും കുറച്ചെങ്കിലും വിഷം കയറ്റി വെക്കുക ഇവരെ പോലുള്ള ഒരു വ്യക്തി മാത്രം മതി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവരുടെ ചിന്താഗതി മാറ്റാതെ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവരെ പോലുള്ള ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും ഉള്ള തലമുറകളിലേക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ വിഷം ഇട്ട് കൊടുത്താൽ അതങ്ങ് ആളിക്കെത്തും. നമ്മള് അങ്ങനെ പാടില്ലല്ലോ. നമ്മള് ടാലന്റ് വേറെ, സ്കിൻ കളറും ടാലന്റും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ നിറവും കലയും ബന്ധപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും നിറവും കലയും തമ്മിൽ ബന്ധപ്പെട്ടേണ്ട ആവശ്യമില്ല. കലയെന്ന് പറയുന്നത് എപ്പോഴും ഒരാളുടെ കഴിവിനെ ബേസ് ചെയ്തിട്ട്, അല്ലാണ്ട് ഒരിക്കലും അയാളുടെ നിറവും കാസ്റ്റോ ബേസ് ചെയ്തിട്ടോ ഒന്നും അല്ലല്ലോ ഒരിക്കലും. പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ കളർ ബേസ് ചെയ്തോ അല്ല ജാതി മതം ബേസ് ചെയ്തൊന്നല്ല ഒരു കലയും മുന്നോട്ട് പോകുന്നത്. അപ്പം കളറോ ജാതിയോ ഒന്നും നോക്കിയല്ല ഒരു കാര്യവും തന്നെ സ്ഥിരീകരിക്കുകയൊന്നും ചെയ്യാൻ. ഒരാളുടെ നിറത്തിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല ഒരാളെ നിൽക്കണമായിട്ട് അയാളുടെ കഴിവ് അയാൾ എങ്ങനെ അത് അയാൾ എന്ത് ചെയ്യുമെന്ന് നോക്കണം. അയാളുടെ കഴിവിനെ നമ്മൾ മാനിക്കണം. അയാളുടെ നിറത്തിനും നമ്മളതൊന്നും ബേസ് ചെയ്ത് ഒന്നും പറയേണ്ട ആവശ്യം. പ്രസ്താവന ഇത് നമ്മളിങ്ങനെ ഇപ്പൊ ഇന്നത്തെ സമൂഹം അത് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഇപ്പം അപ്പോൾ അവർ പറയുന്നത് വെളുത്ത കുട്ടികൾ മാത്രം പൈസ വാങ്ങിച്ചാൽ മതി, കറുത്ത കുട്ടികൾ ഒരിക്കലും പൈസ വാങ്ങുന്നത് അവരെ പഠിപ്പിക്കാം. പക്ഷെ അതെന്താണ് അത് ജസ്റ്റ് കമന്റ് അല്ലല്ലോ കുട്ടികൾ പറയുന്നത്.